അതെ, ചെറുക്കനും കൂട്ടരും എത്തി കേട്ടോ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ജോാക്കിമിന്റെയും അന്നയുടെയും വീട് അന്വേഷിച്ചപ്പോൾ ആളുകൾ ചേർന്ന് ഇവിടം വരെ എത്തിച്ചു. എന്നാൽ പിന്നെ താമസിക്കാതെ കുട്ടിയെ വിളിച്ചാലോ? മറിയം, ഇവിടെ വരൂ. ആരൊക്കെയാണ് നിന്നെ കാണാൻ വന്നിരിക്കുന്നത് നോക്കൂ. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഒരു മരപ്പണിക്കാരനാണ്. നമ്മൾ തമ്മിൽ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. എല്ലാം അപ്പയും അമ്മയും പറയുന്നത് പോലെ അവർ തീരുമാനിക്കട്ടെ. ചൂട് കാലത്ത് നല്ലൊരു കുളിർമയുള്ള കാറ്റ്, കൂടാതെ നല്ലൊരു സുഗന്ധവും. ഇതെങ്ങനെ? അല്ലയോ, അങ്ങ് ആരാകുന്നു? ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖയാണ്. മറിയം, നിന്നെ ഒരു മംഗളവാർത്ത അറിയിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഓ എന്റെ ദൈവമേ! ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതിഗംഭീരമാണ്. അതിനുശേഷം അവർ തനിച്ചുള്ള ഒരു ദിവസം. അല്ലയോ മറിയം, നീ ക്ഷീണിതയാണല്ലോ, എന്തു പറ്റി? ഓ ഒന്നുമില്ല, ഒരു ക്ഷീണം. എന്തു പറ്റി മറിയം? അത് ഞാൻ ഗർഭിണിയാണ്. ഇല്ല, ഇത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അല്ലയോ മറിയം, എന്നോട് ക്ഷമിച്ചാലും ഞാൻ ഒരു നിമിഷം നിന്നെ തെറ്റിദ്ധരിച്ചു. രാജാധിരാജൻ അഗസ്റ്റ്യൻ സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ പ്രജകളും അവരവരുടെ പേര് വിവരങ്ങൾ താങ്കളുടെ നഗരത്തിൽ പോയി രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലയോ മറിയം, മഹാരാജാവിന്റെ ഉത്തരവ് കേട്ടോ? എന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. കാരണം ഞാൻ ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ ദാവീദിന്റെ പട്ടണമായ യഹൂദിയയിലെ ബെത്ലഹേമിലേക്ക് നമുക്ക് പോയേ മതിയാകും. ഈ നിറവയറും വെച്ച് ഞാൻ എങ്ങനെ യാത്ര ചെയ്യും? മഹാരാജാവിന്റെ ഉത്തരവ് അനുസരിച്ചല്ലേ പറ്റൂ. യഹൂദിയയിലേക്ക് ദൈവം നമ്മെ നയിക്കും. നീ ഭയപ്പെടേണ്ട.
ഏത് നിമിഷവും ഞാൻ തളർന്നു പോകും. എന്നെ അങ്ങ് നയിക്കണമേ. ആ ആ എനിക്ക് ഒരടി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലയോ സഹോദര, എൻ്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് കൂടുതൽ സഹായിക്കാമോ? ഇവിടെ മുറിയില്ല. അതാ നമുക്ക് ആ കാലിത്തൊഴുത്തിലേക്ക് പോകാം. ദൈവകുമാരന്റെ ജനനം കാലിത്തൊഴുത്തിലായിരിക്കണമെന്നാണ് ദൈവഹിതമെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ദുഃഖം